ആളുകൾ വരിയായിട്ട് ജയിലിലേക്ക് പോകുന്നു, അടുത്തത് കടകംപള്ളി പോവുക, പിന്നെ പിണറായി വിജയൻ പോകുക, അയാളുടെ വീട്ടിലുള്ളവർ പോവുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുപോലെയൊക്കെ പെരുമാറുന്ന ഒരു സർക്കാർ, ഇത് അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ മാഫിയ സംഘം അല്ലെങ്കിൽ ആന്റിക് ആത്മീയ കച്ചവട സംഘം, അതിന്റെ ഒരു വലിയ ഔദ്യോഗിക പരിവേഷമുള്ളൊരു മുഖമായിട്ട് കേരള സർക്കാർ മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെ പെരുമാറിയ മറ്റൊരു സംസ്ഥാന സർക്കാർ ഉണ്ടാവില്ല. അല്ല, സുരേഷ് കുമാർ, അതിന്റെ മറുപടി എന്താണ്? നിങ്ങൾ ഈ ശബരിമലയുടെ കാര്യം പറയുമ്പോൾ അപ്പുറത്തേക്ക് ആക്ഷേപം ഉന്നയിച്ചാൽ അത് നിങ്ങൾക്ക് ഉന്നയിക്കാൻ കഴിയുന്ന ഒരു പരിസരമല്ല ഇത്. കാരണം 10 വർഷമായിട്ട് നിങ്ങൾ ഭരിക്കുന്നു. ശബരിമലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനുള്ള ബാധ്യത നിങ്ങളുടേതാണെന്നുള്ള സമയവും നിങ്ങൾക്ക് തന്നു. ശബരിമലയിൽ എന്തെങ്കിലും ക്രമക്കേട് മുൻ സർക്കാർ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പൂട്ടാനുള്ള ബാധ്യത നിങ്ങൾക്കാണ്, അത് തന്നു കഴിഞ്ഞു. ആ 10 വർഷം കഴിഞ്ഞതിന് ശേഷം മോദി നെഹ്റുവിനെ പഴിക്കുന്നത് പോലെ 10 ആണ്ട് മുൻപ് അവർ നടത്തിയില്ലേ എന്ന ചോദ്യം ചോദിക്കാനേ പാടില്ല. പകരം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എല്ലാം പരിഹരിക്കാനാണ്, എല്ലാ കുറ്റവാളികളെയും പൂട്ടാനാണ്. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങളുടെ ആളുകൾ തന്നെ മോഷ്ടിക്കുന്നു എന്ന കഥ പുറത്തു വരികയാണ്. അതല്ലേ ജനം കാണുക? നോക്കൂ, ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചർച്ച നടത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആശങ്കയോടുകൂടി പങ്കുവച്ച ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ഈ ചർച്ചയുടെയും ബഹളത്തിനിടയിൽ വിട്ടുപോയതാണ്. തെരഞ്ഞെടുപ്പിൽ ഇനിയൊരു തുടർഭരണം അല്ലെങ്കിൽ പിണറായി 3ാം തവണയും അധികാരത്തിൽ വരികയാണെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി എന്നേക്കുമായി ശിഥിലമാകും എന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മകഥമെന്നോണം അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. നമ്മളെല്ലാവരും അത് ആ പോയിന്റ് അങ്ങ് വിട്ടുകളഞ്ഞു. എത്രമാത്രം സങ്കടകരമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നത് എന്നതുകൂടെ നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. താങ്കൾ ഒരു കാര്യം കൊണ്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഉറപ്പായും കേരളത്തിൽ 3ാമതും പിണറായി അധികാരത്തിൽ വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും. ഇവിടെ ശബരിമലയെക്കുറിച്ച് വല്ലാതെ വാചാലനായി ചില കാര്യങ്ങൾ UDFിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു. നോക്കൂ, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ട്. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ പ്രതി ചേർക്കപ്പെടുന്ന ആളുകൾ അവർ എത്ര ഉന്നതരായിരുന്നാലും ശരി അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനവും ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു.